ഹായ് ക്രിയേറ്റേഴ്സ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. നല്ല രീതിയിൽ ടൈറ്റിൽ കൊടുത്താലാണ് നമുക്ക് ആ ഒരു വീഡിയോക്ക് വ്യൂസ് വരിക എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. എന്നാൽ 2026 നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് യൂട്യൂബിന്റെ ടൈറ്റിൽ എന്നുള്ളത്. അത് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനും അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാനൊക്കെ ടൈറ്റിൽ കാരണമാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം നമ്മളൊക്കെ വീഡിയോക്ക് വ്യൂസ് വരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടൈറ്റിൽ ആലോചിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിലുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, 2026 നമ്മൾ എത്തിയപ്പോൾ യൂട്യൂബിൽ വന്ന വലിയൊരു മാറ്റം എന്താണ്? AI ആണ്. AI ഉപയോഗിച്ച് യൂട്യൂബ് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയില്, എന്തിന് നമ്മൾ വീഡിയോയിൽ എന്താണ് പറയുന്നത്, ഏത് വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് യൂട്യൂബ് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ AI ഉപയോഗിച്ചത് വളരെ ഈസി ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ യൂട്യൂബ് അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ചാനൽ സ്ട്രൈക്ക് തരാനും അതല്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഒഴിവാക്കാനൊക്കെ യൂട്യൂബിന് ഇപ്പൊ വളരെ വേഗത്തിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട്. കാരണം ഒരു വയലേഷൻ ആണെന്ന് അറിയാതെ ചെയ്തിട്ട് പെട്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതായത് ടൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പകരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റിൽ കുറച്ച് അതിശയോക്തി കൊടുക്കണം. പക്ഷെ അതിന് ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ കാര്യം കോമൺ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അപകടകരമായിട്ടുള്ള ഉറപ്പുകൾ കൊടുക്കാതിരിക്കുക. നമ്മൾ ഓഡിയൻസിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. നമുക്കറിയാം ഒരുപാട് പേര് ആ രീതിയിൽ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇന്നത് കിട്ടും, 100% ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇത്ര വരുമാനം, ഇത്ര വ്യൂസ് എന്നുള്ളത് ഉറപ്പ് നൽകിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അപകടകരമായിട്ടുള്ള യാതൊരുവിധ ഉറപ്പും നമ്മൾ നൽകാതിരിക്കുക. ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 100% മണി ബാക്ക് ഗ്യാരണ്ടി, അല്ലെങ്കിൽ പക്ക നമുക്ക് ഇത്ര ക്യാഷ് കിട്ടും, നോ ഫെയിൽ, അങ്ങനെ ഒരു 100% ഗ്യാരണ്ടി ഒക്കെ നൽകിയിട്ട് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു 100% ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഇത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ചില ഇൻവെസ്റ്റ്മെന്റിൽ, ഇതിപ്പോ അടുത്തൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിൽ ആളുകൾ ഇത് ടൈറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും വ്യാജമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഉറപ്പുകൾ നമ്മൾ അതിൽ നൽകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉറപ്പുകൾ നൽകാതിരിക്കുക. അതായത് പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഏൺ മണി ഫാസ്റ്റ്, വളരെ വേഗത്തിൽ നമുക്ക് പൈസ സമ്പാദിക്കാം, ഒറ്റ ദിവസം കൊണ്ട് ലക്ഷപ്രഭു ആകാം, കോടിപതികളാകാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഒരുപാട് ക്യാഷ് കിട്ടും, അൺലിമിറ്റഡ് ആയിട്ടുള്ള സമ്പാദ്യം നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിലിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത് AI ഉപയോഗിച്ച് വളരെ വേഗത്തിൽ യൂട്യൂബ് അത് സ്കാം ആയിട്ട് കണ്ടെത്തുന്നുണ്ട്. യൂട്യൂബിന്റെ പോളിസിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണി മേക്കിംഗ്. നിങ്ങൾ ഉറപ്പ് നൽകാതിരിക്കുക. ഇതുപോലെയുള്ള കീവേഡുകൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ടൈറ്റിലിൽ പലരും യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ വീഡിയോയിൽ ശരിയായ രീതിയിലാണ് പറയുന്നത്, തട്ടിപ്പൊന്നുമില്ല. പക്ഷെ ക്ലിക്ക് വരാൻ വേണ്ടിയിട്ട്, CTR വരാൻ വേണ്ടിയിട്ട് ടൈറ്റിലിൽ മാത്രം ഇങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉറപ്പും നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഷെയറിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലരും വീഡിയോയിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമെങ്കിലും ടൈറ്റിലും തംബ്നെയിലും ക്ലിക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി ആപ്പുകൾ, ഗെയിമിങ് ആപ്പുകൾ, അപ്പൊ ഇതിലൊക്കെ പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുകളാണ് ഏൺ മണി ഫാസ്റ്റ്, അതുപോലെ അൺലിമിറ്റഡ്
മണി, ഒറ്റ ദിവസം കൊണ്ട് ലക്ഷപ്രഭുക്കളാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ടൈറ്റിലിൽ കൊടുക്കാതിരിക്കുക. മൂന്നാമത്തത്, ഇനി നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാക്കിങ്, അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിക്കാതിരിക്കുക. പലരും നമുക്ക് മറ്റൊരാളുടെ ഫോൺ എങ്ങനെ ഹാക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവരറിയാതെ നമ്മുടെ ഫോൺ ഉപയോഗിക്കാം, വാട്സപ്പ് നിരീക്ഷിക്കാം. അതുപോലെ അത് പലരും ഹാക്കിംഗ് എന്നുള്ള വേർഡ്സുകൾ അതിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചില ആപ്പുകൾ, ക്രാക്ക്ഡ് ആപ്പുകൾ, മോഡ് ആപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിൽ, അത് യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ട് അല്ലാത്ത നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്പുകൾ, ചിലത് വാട്ടർമാർക്ക് ഒഴിവാക്കി ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ അങ്ങനെ ക്രാക്ക്ഡ് ആപ്പുകളൊക്കെ പലരും പരിചയപ്പെടുത്താറുണ്ട്, ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യൂസ് ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് മെഡിക്കൽ അഡ്വൈസ് ഒക്കെ കൊടുക്കുക. അപ്പൊ ആ രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കുന്ന ടൈറ്റിൽ കീവേഡ്സുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. അതിനൊക്കെ കൃത്യമായിട്ട് അതിലുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഫീൽഡിലുള്ള ആളായിരിക്കണം. അതല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് ദോഷകരമാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകളൊന്നും കൊടുക്കാതിരിക്കുക. ഈ ഒരു കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം, പ്രീമിയം സൈറ്റുകൾ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, അതിനുള്ള ട്രിക്ക്, ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരാറുണ്ട്. അതുപോലെ ചീറ്റ് കോഡുകൾ, ബൈപ്പാസ് ട്രിക്കുകൾ. അപ്പൊ ഈ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിലർ വീഡിയോയിൽ ടൈറ്റിൽ കൊടുക്കാറുണ്ട്. നല്ല വ്യൂസ് ഒക്കെ വരും, പക്ഷെ യൂട്യൂബ് അത് കൃത്യമായിട്ട് ഇപ്പൊ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇനി മുതൽ ടൈറ്റിൽ കൊടുക്കാൻ. ഇനി നമുക്ക് നാലാമത്തെ കാറ്റഗറി നോക്കാം, ഹാം ആൻഡ് അഡൽട്ട് കണ്ടന്റ്. ഇത് രണ്ടും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് പറയാം. ഇപ്പൊ നമുക്കൊരു ഹാം ആൻഡ് അഡൽട്ട് കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിലൊന്ന്, ഇപ്പൊ നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സൂയിസൈഡ് എന്നുള്ള വാക്ക് ഒരിക്കലും നിങ്ങൾ ടൈറ്റിൽ വരാതെ നോക്കുക. കാരണം യൂട്യൂബിന്റെ AI ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, പക്ഷെ AI സൂയിസൈഡ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് തരുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വാക്ക് നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക. അതുപോലെ കില്ല്, ബോംബ്, ഗണ്ണ്, വെപ്പൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ്സ്, മർഡർ. അപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ ഇങ്ങനത്തെ വാക്കുകൾ കൊടുത്തപ്പോൾ ചിലർക്കൊക്കെ പറയാറുണ്ട് യെല്ലോ കളറിൽ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ല എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് നമ്മൾ അതിൽ വ്യൂസ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സെൻസിറ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്കും ചാനൽ അതുപോലെ ഡിമോണിറ്റൈസേഷനും ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അഡൽട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോട്ട് ഗേള്, അതുപോലെ അഡൽട്ട് ഡേറ്റിംഗ് ട്രിക്കുകൾ, അപ്പൊ ഡേറ്റിംഗ് ഹാക്കുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ടൈറ്റിൽ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ട് നമുക്ക് പണിഷ്മെന്റ് ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ കാറ്റഗറി എന്നുള്ളത് നമുക്കറിയാം, ഹെയ്റ്റ് ആൻഡ് അബ്യൂസ്. നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിദ്വേഷം പുലർത്തുന്ന മതം, ജാതി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ മറ്റൊരു കലാപത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ അക്രമം, ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എന്തെങ്കിലും അത് നമ്മളെ മതവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ രാജ്യവിരുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കീവേഡുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ചാനൽ വരെ റിമൂവ് ആയിട്ടുണ്ട്, സ്ട്രൈക്ക് വരാതെ, ചാനൽ മോണിറ്റൈസേഷൻ കട്ടാകാതെ ഡയറക്റ്റ് ചാനൽ റിമൂവ് ആയിട്ടുണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടൈറ്റിലിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്താണ്, പിന്നെ എന്താണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുക? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നമുക്ക് ടൈറ്റിൽ കുറച്ചൊരു അട്രാക്റ്റീവ് ആക്കണം, അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പകരമായിട്ടുള്ള വാക്കുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഏൺ മണി ഫാസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിൽ സ്ട്രോങ് കീവേഡ് നമ്മൾ കൊടുക്കണം. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, അത് യൂട്യൂബിന് ബാധിക്കാത്ത രീതിയിൽ. ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പോലെ നമുക്ക് പറയാം, ഞാൻ ക്യാഷ് സമ്പാദിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന രീതിയിലാണ് നമ്മൾ ആ ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഏൺ മണി ഫാസ്റ്റ് എന്നുള്ളതിന്റെ
നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരേ മീനിങ് തന്നെ ഞാൻ വളരെ വേഗത്തിൽ ക്യാഷ് നേടിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കുകളാണ് ഇതിനൊക്കെ. ഇപ്പോൾ റീസൺ, പെട്ടെന്ന് പൈസക്കാരനാവാനുള്ള കാരണം, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടാനുള്ള മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ ട്രൂത്ത്, ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള ടൈറ്റിലൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ കൂടെ ഒരു ലെസൺ, അല്ലെങ്കിൽ മൈ സ്റ്റോറി, അല്ലെങ്കിൽ നമുക്ക് മൈ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൂത്ത്, ഇതിൻ്റെയൊക്കെ ഒരു മിസ്റ്റേക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു പെട്ടെന്ന് ക്യാഷ് കിട്ടിയ കാര്യമാണ് പറയുന്നത്. അപ്പൊ മേക്ക് മണി ഫാസ്റ്റ് അല്ലെങ്കിൽ ഏൺ മണി ഫാസ്റ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം ഇപ്പൊ ഞാൻ എന്റെ വരുമാനം വേഗത്തിൽ നേടിയത് ഇങ്ങനെയാണ്, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ രണ്ടും മീനിങ് സെയിം ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. എപ്പോഴും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വെപ്പൺ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ടൈറ്റിലിൽ മാക്സിമം കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് യെല്ലോ കളറിൽ ഡോളർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോന്റെ ക്വാളിറ്റി അല്ല നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ലാത്ത എന്തെങ്കിലും ആ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീവേഡ് നമ്മൾ ടാഗ് കൊടുക്കുമല്ലോ, ആ സെക്ഷനിൽ പോലും നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം ഇത് കുറച്ചധികം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് വരാനും ചാനലിന്റെ മോണിറ്റൈസേഷൻ പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. അപ്പൊ എന്തായാലും ടൈറ്റിൽ ഇപ്പോൾ നമ്മൾ 3 തരത്തിലൊക്കെ കൊടുക്കാവുന്ന ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊന്നും ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ. അപ്പൊ എന്തായാലും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.